എൻ്റെ നസീറെ, ഈ ലിവറുമല എൻ്റെ ജീവിതം. ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് വലിയ പ്രശ്നമില്ലേക്കാ, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ ഇറങ്ങുന്നേ. നീ 3 മണിക്ക് തന്നെ വരണം. ഇന്നലെ നീ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ അതും ഇതൊന്നുമില്ല. സ്കൂൾ വിടുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലെങ്കിലേ എൻ്റെ ആമനെ അവിടെ കാത്തേക്കേണ്ടി വരും. 1 മണിക്കൂറല്ലേ വേണ്ടു, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരില്ലേ? ഇക്കയിടായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വൈകുന്നേരം വരുന്നത്. ഞാൻ പോയിട്ട് രാത്രിയിലും വരണ്ടേ? എൻ്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു വീതം നിനക്ക് തരുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചു പോ. ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി അടുത്ത് വേടാ, എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും തള വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, അവൻ്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ഏതാ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റാവും. ഒരു പുൽസയും കാണാം. ഓടാ. എടാ ഓനച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയൽ അത് വായിക്കരുത്. ചീറ്റ്. അയ്യേ, കരിച്ചി. കുറച്ചേ കരിഞ്ഞുള്ളൂ. ഈ മോളിയുടെ ദോശയ്ക്ക് ഉപ്പില്ല. ഇനി ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാൽ മതി. മോളി ചേച്ചിന് ഉപ്പിലിടും. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി. എന്നാ തിന്നണ്ട. ഇത് കരിയുന്നില്ലല്ലോ. ആ, അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാം. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടിപ്പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അവൻ മാത്രം സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ, അത് ശരിയല്ലേ? എങ്കിൽ ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മൊന്നും മിണ്ടാതിരി. ആ, നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി. ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടുണ്ടോ? ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കുമെന്ന്.
ദേ ഓനച്ചൻ വരുന്നുണ്ട്. ഞാനിപ്പോ ഞങ്ങൾ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. സ്മിത്ത് സാർ ഉള്ളതുകൊണ്ട് ഇവ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇവന്മാരോട് ചമ്മി നാറിയേനെ. അയ്യേ, എന്താടാ ഞാനെന്തിനാ വന്ന ശാവമേ? നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരൂടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും അല്ലടാ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. താൻ കാര്യം പറയേ, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് ഞങ്ങൾ ഇത്രയും കിടന്ന് ഇരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. മന്ത്രി വല്ല കൊടി വെച്ച കാറിലേക്ക് വന്നാ മതി. എന്നെ കൂടെ കൊണ്ടുപോടാ. ഹായ്. എന്താ ക്ലാസ്സില്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല, 4 വേണം. എന്തിനാ എപ്പോഴും ഒരേ നിർത്തലുള്ള എന്നെ കൊണ്ടുവന്നേ? ചുമ്മാ. എന്നാ ഇല്ല വേണ്ട. എടുത്തോ. നിനക്ക് തട്ടേട്ട പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് ഒളിച്ചോടെ. ഞാനെങ്ങാനും ആയിരിക്കണം. അത് ശരിയല്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി, മുന്നിലായിരുന്നെങ്കിൽ പെട്ടേൻ. എന്റെ അമ്മോ, പാപ്പരെ കൊണ്ട് ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ചെന്നാലും ഇവന്മാർ സ്വയം തരില്ല. നായിൻ്റെ മക്കൾ. നീ വെറുതെ ആമനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളിക്കി കിടന്ന എണ്ണയിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി എത്ര ദോശ വേണം? 8. ഇതാ 10 ഉണ്ട്. 8 മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. സാറ് അയാളെ കൈക്കൂലി ചോദിക്കുന്നു. കളി ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാറേ, അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. പന്നെ കളവൻ ഓണക്ക ഫ്രീക്കായി. എവിടെ പോയിരുന്നോ ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടിക്കിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു, ഇനി അധികം ഞാരെ കിട്ടുമോ എന്തോ. ലലിച്ച കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ? എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ നിന്ന് എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പണി വരുന്ന വഴിയേ
ഇനിയിപ്പോ പാലം പണി കഴിയുന്നത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. ആ വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം? അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാം. പോലെ എന്തടാ? ഞായറാഴ്ച ലാലിച്ചും കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ശരി. മണിയെ അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറയാ. നീ തടവിത്തലോടെ അവിടെ തേഞ്ഞല്ലടാ, നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് എണ്ണേ മണിച്ചേട്ടാ? പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരവും എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ഓ ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ്ങ് പോരെ. താടിക്കുന്നല്ലേ അവിടെ എന്താ പുതിയ കടയലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്തുകട? ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വിലയിടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വിലക്കുറവാ? എന്നാ നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ ഒരു 1000 രൂപ അഡ്വാൻസ് തന്നി ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോൾ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല. കുറച്ച് തരണം കേട്ടാ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കാൻ നിങ്ങൾ വന്നേ പറ ജോസഫേ. ഇന്ന് പോകാൻ കേട്ടാ. തെറ്റിച്ച് ശനി. ആദ്യം ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടാ? റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 45 ഫുൾ പേയ്മെന്റ്. സന്തോഷമൊക്കെ കൊള്ളാം, മുങ്ങിച്ചാകല്ലേ. കാര്യങ്ങളല്ലേ ഓക്കെ അല്ലേ? സാർ വരുമല്ലോ. സാറ് വന്നോളും. നിങ്ങൾ തുടങ്ങിക്കോ. നാട്ടുകാരെല്ലാം കൂടെ പ്രധാനമന്ത്രിയാക്കും. നോക്കിയോ, കളർ ബൾബിൽ കുരുങ്ങാതെ പോകണം. കത്തുന്ന ബൾബാണെങ്കിൽ കാശ് എന്റെയാണ്. ഞാൻ മുങ്ങാണേ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതെന്താ? സാറ് ഒരു 7 ദിവസം കഴിയുമെന്ന്. അപ്പൊ ഇവന്റെ കാര്യം? അവന്റെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. അവ എനിക്കിട്ട് പണിയാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. കാശ് തികഞ്ഞു അല്ലേടാ? കഠിനാധ്വാനി നേടിയെടുത്തു. ഞാനിത് ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നിന്റെ ഡാൻസ് ഉണ്ടാ? യെസ്. ഡാ, ഈ ഒരുക്കങ്ങൾ നിന്റെ പപ്പ സ്വർഗത്തിരുന്ന് നിനക്കായി ഒരുക്കിയതാ. ആഘോഷിക്കടാ മുത്തേ. ശരിയെന്നാ. ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. താൻ പറയടോ, ടെസ്റ്റ് ഞാൻ ചെയ്തതാ. പ്രിയമുള്ളവരെ, ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പള്ളിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. മാലാഖമാരുടെയും വികാരിയത്തിന്റെ അകമ്പടിയോടുകൂടി അതുവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ആഘോഷം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ്.
नमो मैं चाकू हो ऐसे मत कहो नमो। अक्कू को वहाँ एक बहुत बड़ा काम खत्म करना है, वो करके मैं जल्दी वापस आ जाऊंगा और तुम्हें लेके पूरा हिमालय घूमेंगे हम। पक्का? पक्का। अगर ऐसे ही चलते तो दिल्ली पहुंचेगा बाजार, फिर वहाँ से ट्रेन में आराम से जाएगा। तुम क्या सोचते हो? आगे रास्ता बहुत खराब है, बहुत सारा बर्फ भी मिलेगा और तू और तेरा बाइक सह भी नहीं पाएगा। ठीक है आबा, अक्कू ट्रक में ही जाएगा। अगली बार मैं तुझे भी ले जाऊंगा, ओह। वहाँ मेरे घर में मालू के साथ कुछ बिठाएंगे। എവിടേക്കാ? വിളിക്കാത്ത വല്ല കല്യാണം തന്നെ പോവാണോ? അവന്മാരാത്തിരുന്ന് സിനിമ ആണെന്ന് ആന്തൂരിയോടെയാ ഇന്ന് പോണ്ടേന്ന് അറിയാൻ പോലെ. നിക്കടാ, ഇപ്പൊ തന്നെ പോവാ. ആ വന്നല്ലോ, ഇപ്പൊ തീരും. നീ ഒന്നും വരണ്ട, ഞാൻ വരെ വണ്ടി വിളിച്ചോളാം. എടാ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, കുറച്ച് നേരം ജോസഫേട്ടൻ കട തുറക്കണ്ടേ, നീ ഇവിടെ ഇരിക്കുക. ബാംഗ്ലൂർ ഡേയ്സ് ഇത് പഴയ പടമല്ലേ? നീ കണ്ടില്ലേ? ഇല്ല, ആരും കണ്ടില്ലടാ, ഇപ്പൊ തീരും, കുറച്ച് നേരം ഇവിടെ ഇരിക്കി. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ വീൽചെയർ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആടാ, ഇത് ഭയങ്കര വിലയാണ്. എനിക്കിത് മതി. അപ്പൊ അതാടാ, എനിക്ക് ഈ വീൽചെയർ മതി. അത് പറ്റില്ല. അതെങ്ങനെ ശരിയാവാ? എടാ എനിക്ക് എന്താ നഷ്ടമെന്നറിയാവാ? എത്ര കസ്റ്റമേഴ്സ് വന്നാ? ഇത് ശരിയാവില്ല മണി. അഡ്വാൻസ് ഇത് ശരിയാവും മണി, ഇനി ശരി. ഇത് ശരിയാവും. ഹലോ, ആ ഖാലിദല്ലേ? ഞാൻ ജോസഫാണെന്ന്. നീ ബിസിയാ? അല്ലല്ല ഈ പറയും. നീ ബാംഗ്ലൂർ ഡേയ്സ് ഉണ്ടേ? കണ്ടിക്കുന്നോന്നോ? ഞാൻ മാത്രല്ല, എന്റെ കുടുംബക്കാർ മുഴുവനും കണ്ടിക്കുന്നു. എടാ നമ്മുടെ മമ്മൂട്ടിയുടെ മോൻ ഒരു പെണ്ണിന്റെ വീൽ ചെയർ ഓടിക്കല്ലേ, അമ്മാതിരി വീൽ ചെയറിനെ അറിയുവോ? എടാ പഹയ അതിന്റെ കടയിൽ നിന്ന് കൊണ്ടുപോയതല്ലേ? അതെ, അതിനൊരു ആവശ്യക്കാരുണ്ട്, പാവങ്ങളാ. അതിനെന്ത് വില വരും? 1.10 വരൂ. ഈ ആകുമ്പോൾ 1 ലക്ഷം ഉറുപ്പ്യ എന്നാണ്. 1.40. കുറയോ? എന്തെങ്കിലും കുറയോ? ഒരു 10 കൂടി കുറച്ച് 90 ഉറപ്പിക്കാം. 1.35. ഓക്കെ. എടാ പഹയ പാവങ്ങൾ എങ്ങനെ പിഴിയണം? ദേ ഖാലിദേ, നീ തമാശകളാ. നീ അവിടെ എന്ത് കൊടുക്കുന്നത് എനിക്കറിയാം. ഫോൺ വെച്ചിട്ട് പോ. ശരി. എടാ നീ കോൾ അടിച്ചല്ലടാ, ഭയങ്കര ഐറ്റം അത് കേട്ടോ. കയറ്റമൊക്കെ ഭയങ്കര സ്പീഡിൽ കയറി പോവും, 10 കിലോമീറ്റർ സ്പീഡിൽ. എടാ റെസ്റ്റ് എടുക്കാൻ പറ്റും, ഇതിനകത്ത് ബെഡ് പോലാക്കാൻ പറ്റും. എടാ അപ്പിയുടെ സെറ്റപ്പ് വേറെ, ഭയങ്കര പരിപാടിയാണ് സാധനം.
എനിക്കിപ്പോഴും ആ സംശയം മാറിയിട്ടില്ല. അന്ന് എഞ്ചിനീയർ വരുമെന്ന് കള്ളം പറഞ്ഞ് എനിക്കിട്ട് പണിയുന്നത് നീ കൂടെ അറിഞ്ഞോണ്ടല്ലേടാ. ദേ ഓനച്ചാ, ഈ ചോദ്യം പലതവണയായി. ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും ഞാൻ. ഗുരുവായൂരപ്പനല്ലേ പാലഭിഷേകം നടത്താൻ പറ്റിയ മോന്ത. ടിങ്കുനെ കാണുന്നില്ല 2 ദിവസമായിട്ട്. കാണാതിരിക്കുമ്പോ എന്തോ പോലെ. അതെവിടെ പോവാൻ, ഇങ്ങ് വരും. എന്ത് സുഖാലേ, ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഒരു ചായ. ചേട്ടാ, കടുപ്പം എങ്ങനാ? ആയിക്കോട്ടെ. മധുരോ? അതും ആയിക്കോട്ടെ. ചേട്ടാ, മധുരവും കടുപ്പവും കൂട്ടിയെടുക്കട്ടെ? അല്ല, മനസ്സിലാവാത്തോണ്ടാ. മോനെ, മോനറിയാവുന്ന പോലെ ഒരു ചായ എടുക്കാം. പോയി ചായ എടുത്തു കൊറ. ഹലോ, എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഏതൊരു സ്ഥലമില്ലേ? മണാലി. കണ്ണമാലി. ഞങ്ങളുടെ പാർട്ടിയോടെ ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? താൻ നോക്കിയോ, ഒരു ദിവസം ഈ സ്റ്റൗ പൊട്ടിത്തെറിക്കും. എൻ്റെ കരുനാക്കാട് പൊട്ടും. എന്ത് ചായടാ? എനിക്കിതേ അറിയൂ. ഹലോ. ആ, ഞാനാ ലാലി. എന്തടാ? എടാ ഓനച്ച, എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൽ ഓഫീസിലെത്തും. പോടാ. ഡാ ഓനെ, നിന്നെ പറ്റിച്ചാൽ എനിക്ക് വിഷമമുണ്ടടാ. പക്ഷേ ഇപ്പൊ നേരിട്ടാ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത്. നീ വെച്ചിട്ട് പോ. എഞ്ചിനീയർ തേങ്ങ. എത്രയായി? 8. 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാടാ. അത് KCB അല്ലേ? നീ മന്ത്രി അവിടെ ഉറപ്പ്. അതിങ്ങനെ പയ്യെ പറയണം. ഇല്ലാത്തത് എങ്ങനെയാണ്? ഇനിയുള്ളത് 500. എങ്കിൽ കുറച്ചപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടാ സാറേ. മൊബൈലാണോ? ആ, ഞാൻ ഇവിടെ വെച്ചതാണ്. ഇതിവിടെ ഇരിക്കട്ടെ സാറേ. സാർ ആദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. സാറ് ബൈക്കിൽ ലോകം ചുറ്റുന്ന വലിയ ആളല്ലേ, തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ്? സാറ് പോയിട്ട് വേഗം വാ സാറേ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പിള്ളേരലമ്പാണ് കേട്ടാ. ഒരു കേക്കിഞ്ഞാടാ ഒന്ന് പോടാ. ഉരിഞ്ഞുരിഞ്ഞ് തട്ടുകയാണല്ലേ, ആ തൊലിയെങ്കിലും കളയടാ. സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്. ചായക്ക് എത്രയായി? 8. ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. ഇത്രയും കാശിന് ഇവിടെ ഇല്ല. ഉണ്ട് സാറേ, ഉണ്ട്. എടുത്തു കൊടുക്കടാ. സ്വന്തമായിട്ട് കട ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ മതി കേട്ടാ. ഇതുകൊണ്ട് നീ കോലുമിട്ടായി വാങ്ങിക്കഴിച്ചു. റേഷൻ കാർഡ് ഉണ്ടാകുന്നു. ഓനച്ചാ, എഞ്ചിനീയർ വന്നെന്ന്. കർത്താവ് നേരാണോ? ഉള്ളതാണ്. ഞാൻ കരുതിയാ ലാലിച്ച് എനിക്കിട്ട് പണിതാണെന്ന്. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് മാത്തുക്കുട്ടിയെ സംഘത്തെ ഇവിടെ എത്തിക്കും. പിള്ളേരെ കൂട്ടിയൊക്കെ വരണം. എടാ പറയും പോലെ നീ അങ്ങോട്ടല്ലേ, ഞാനും വരട്ടെ. ദൈവമേ, കാലും വയ്യ. ഉള്ളൂരിനേക്കാളും ഭേദം നടക്കുന്നതായിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടാടാ? സ്വന്തമായിട്ട് വീടില്ല, അവനാണ് ലൈസൻസ്. ഇതിന് പോണെങ്കിൽ 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോടാ. ഹലോ, ആരാ? എന്ത് വേണം?